Hi friends, welcome to Recipes Recooked. ഞാനിന്ന് വന്നിരിക്കുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് മീഡിയം സൈസ് കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന 2 കപ്പ് പൈനാപ്പിൾ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ പൈനാപ്പിൾ വേവിച്ചെടുക്കാനായിട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടിനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 2 പച്ചമുളകും ചേർത്ത് അടച്ചു വെച്ച് പൈനാപ്പിൾ നന്നായിട്ട് വേവിച്ചെടുക്കാം. മീൻ ടൈം നമുക്ക് പുളിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 1 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ വെന്ത് വരാനായിട്ട് 8 to 10 മിനിറ്റ്സ് എടുക്കും. കുക്കിംഗ് ടൈം ഓരോ പൈനാപ്പിൾ അനുസരിച്ചിട്ട് മാറും, അതുകൊണ്ട് എപ്പോഴും ഒരു ശ്രദ്ധ വേണം. അപ്പോൾ ഇവിടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ടിനി മിക്സിയുടെ ജാറൊന്ന് റിൻസ് ചെയ്തിട്ട് ഒരു 1/2 കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ അരപ്പിൻ്റെ പച്ചപ്പൊക്കെ മാറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ തൈര് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ലോയിലോ അല്ലെങ്കിൽ ഓഫ് ചെയ്തിടാനോ ശ്രദ്ധിക്കുക. എന്നിട്ട് കൈവിടാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ചൂട് കൂടുതലാണെങ്കിൽ തൈര് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് തൈരൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ ഇവിടെ തൈരൊക്കെ ആവശ്യത്തിന് ചൂടായി വന്നിട്ടുണ്ട്. സൈഡിൽ നിന്ന് ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പുളിശ്ശേരി ഒന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് താളിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ടിനി 1/8 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് പുളിശ്ശേരിക്ക് നല്ലൊരു ഫ്ലേവറും എക്സ്ട്രാ ഒരു കളറും കൊടുക്കും. ഇതിനി പുളിശ്ശേരിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ അളവിൽ നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ അത്യാവശ്യം പഴുത്ത പൈനാപ്പിളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കറിക്ക് അത്യാവശ്യം മധുരവും നല്ല പുളിയും ഒക്കെ കാണും. ഇനി എക്സ്ട്രാ മധുരം വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയോ ഒരു ചെറിയ കഷ്ണം ശർക്കരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വ്ലോഗിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റീകുക്ക്ഡ്.